ഹലോ ഹായ് നമസ്കാരം. അർജുൻ കായംകുളമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ വയനാട് ചൂരൽമല ഉണ്ടായ ആ ഒരു അപകടത്തെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾക്ക് വെച്ചു കൊടുത്ത വീടിനകത്ത് വിള്ളലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് കോൺഗ്രസ്സുകാരും കുറച്ച് ആൾക്കാരും കിടന്ന് സൈബർ മേഖലയിൽ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. മന്ത്രി രാജൻ ചെന്ന് ആ വീട്ടിലെ ഒരു പെൻസിൽ വര മായ്ച്ചു കളയുന്ന സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപകമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സൈബർ കൊങ്ങികളും മന്ത്രി രാജനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മന്ത്രി രാജനെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ, അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂലിപ്പണി രാജൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു മേശിരിയെ കിട്ടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു മൈക്കാടിനെ കിട്ടി, ഒരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ ചില പുതുപ്പള്ളിയിലെ ഒരു വായിനോക്കി MLA എല്ലാം കിടന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ബിൽഡിംഗ് പണിക്കാരനോ അല്ലെങ്കിൽ മേസ്തിരി എന്ന് പറയുന്നോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് മോശമായുള്ള രീതിയാണോ നിങ്ങളുടെ ചിന്താഗതി? ഈ കൂലിപ്പണിക്കാരനും മേസ്തിരിയും അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് പണി ചെയ്യുന്ന എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലിയിൽ എല്ലാവർക്കും അഭിമാനമുള്ള ആൾക്കാരാണ്. എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഇതൊന്നും മോശമായ ഒരു ജോലിയൊന്നുമല്ല. ഇത് ഈ ലോകത്ത് എല്ലാവരും ചെയ്യുന്ന ജോലിയാണ്. ഈ പറയുന്ന മേശിരി ആയാലും കോൺട്രാക്ടർ പണിക്കാരനായാലും എല്ലാം. ഞാനും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കും അറിയാം ഇതൊക്കെ മോശമായ ജോലിയാണ്. വെള്ളം ഇട്ട് AC കാറിൽ നടക്കുന്നതാണോ ഏതോ വലിയ കാര്യം എന്ന് പറയുന്നത്? അധ്വാനിച്ച് തന്നെയാണ് അധ്വാനിച്ച് ജീവിക്കുക. ആരുടെയും കട്ടും മോട്ടിക്കാൻ പോയൊന്നുമല്ല. കൂലിപ്പണി ചെയ്യുന്നവൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. അവൻ വിയർപ്പൊഴി ജീവിക്കുന്നവനാണ്. അവനെന്തോ വെയിൽ കൊണ്ട് ജീവിക്കുന്നവനാ. ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവനാ. അവന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം അത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുക, അല്ല വീട്ടിലെ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മാഭിമാനം വേറെ ഏത് ജോലി കിട്ടിയാലും ഒരു മനസ്സന്തോഷം വേറെ ഏത് ജോലി ചെയ്താലും കിട്ടാത്ത ഒരു സന്തോഷം. ഒരു വൈകുന്നേരം അവൻ്റെ വീട്ടിലേക്ക് ജോലി ചെയ്ത് അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളോ അല്ല വീട്ടുകാർക്ക് വേണ്ട സാധനങ്ങളോ മേടിച്ചോണ്ട് കൊടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സന്തോഷം. അത് ഈ കൂലിപ്പണിക്കാരന് അതിനകത്തുനിന്ന് കുറച്ച് കൂലിപ്പണിക്കാരന് അന്നേരം കിട്ടുന്ന ഒരു ആത്മാഭിമാനമോ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോലി ചെയ്താലും കിട്ടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണോ ഈ കോൺഗ്രസ്സുകാർ കളിയാക്കുന്നത്? നിങ്ങളെപ്പോലെ കതറ് വിട്ട് വെള്ളം ഇട്ട് AC കാറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണോ ഏറ്റവും വലിയ കാര്യമാണെന്നോ നിങ്ങൾ പറയുന്നത്? കൂലിപ്പണിയായാലും ഈ പറയുന്ന സഹകന്മാരായാലും BJP കാരനായാലും ഏത് പാർട്ടിയിലും നിങ്ങളുടെ കോൺഗ്രസ്സുകാരായാലും ഏത് പാർട്ടിക്കായാലും കൂലിപ്പണിക്കാരും ബിൽഡിംഗ് പണിക്കാരും എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവരെയൊക്കെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? എല്ലാ പാർട്ടിയിലും ഉണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ലാഭത്തിന് വേണ്ടി ഒരു തൊഴിലിനെ മൊത്തത്തിൽ രീതിയിൽ കളിയാക്കുന്ന രീതിയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ. ശരിക്കും കോൺഗ്രസ് ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. അതിനുള്ള റിസൾട്ട് മെയ്